രാവിലെ ഒരു കട്ടനും കുടിച്ച് ഞാനിതാ ഈ എത്തി വലിഞ്ഞ് നോക്കുന്നത് ആരെന്ന് മനസ്സിലായി. 3 ദിവസം കൊണ്ട് എൻ്റെ വീടിന് ചുറ്റും കിടന്ന് കറങ്ങുകയാണ് കേട്ടോ. ഞാൻ അയാളെ പ്രണയിക്കുകയാണ്, അയാൾ എന്നെയും. എന്തായാലും അതവിടെ നിന്നോട്ടെ. ഞാനിതാ ഇന്ന് നമുക്ക് നല്ല മഴ ടൈമാണ്, നല്ല കപ്പയും പോത്തിറച്ചിയും കൂടെ. അപ്പം ഇനി കിച്ചൺ വർക്കണേ കൂടെ വന്നോളൂ കേട്ടോ. അത് കഴിഞ്ഞതേ കപ്പ കണ്ടോ, ഞാൻ ഈ കീണ്ടെടുക്കുമ്പോൾ കപ്പ അതാ തൊലി നന്നായിട്ട് ഇളകുന്നുണ്ടെങ്കിൽ നല്ല വേഗണ കപ്പയാണ് കേട്ടോ. എന്തായാലും എൻ്റെ അമ്മ പറയും മനുഷ്യന് കഴിക്കാനായിട്ട് കുഞ്ഞായിട്ട് വെട്ടി നുറുക്കി അങ്ങോട്ട് തള്ളാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാനിത് കുഞ്ഞായിട്ട് തന്നെയാണ് കപ്പ മുറിച്ചെടുത്തിട്ടുള്ളത്. കണ്ടോ, നല്ല ഭംഗിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അടുത്ത് നമുക്ക് ഒരു ഉരുളി വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് അല്പം നെയ്യ്, കടുക്, കരിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും, പച്ചമുളക് ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി വേണമെങ്കിൽ കുറച്ച് സവാളയും കൂടെ ചേർത്ത് കൊടുത്ത് അല്പം ഉപ്പും കൂടെ ഇട്ട് അങ്ങോട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി മറിച്ച് നല്ല ഒരു മെറൂൺ കളറാവുമ്പോൾ നമ്മുടെ അരപ്പുകൾ ചേർക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എല്ലാം കൂടെ ഇട്ട് അങ്ങോട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ഈ കളറായപ്പോഴേക്കും നമുക്ക് ഇനി ഇതിലോട്ട് എല്ലാം വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന പോത്തിനെ ഞാനത് തട്ടിക്കൊടുക്കുകയാണ്. പോത്ത് നല്ല എന്താ പറയാനാണ്, സൂപ്പർ ടേസ്റ്റ് ആണല്ലേ. പോത്തിറച്ചി ഇഷ്ടമില്ലാത്ത ആരും കാണത്തില്ല. ഉപ്പും കൂടെ ഇട്ട് നമുക്കിത് വേകാനായിട്ട് അടുപ്പത്ത് തന്നെ വെക്കാം കേട്ടോ. എന്തായാലും അതാ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ തേങ്ങ കൂടെ തിരുമ്മി ഞാൻ വറുത്ത് വെച്ചതാണ്. കപ്പ കണ്ടോ, 3/4 പരുവത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. ബാക്കി നമുക്ക് ഈ എന്ത് പറയാനാണ്, ഈ അരപ്പിൽ കൂടെ ഇട്ടാണ് വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. അതിൻ്റെ ഹൈലൈറ്റ് അങ്ങനെയാണ്. അപ്പോൾ കപ്പയും ഒക്കെ ചേർത്ത് ഞാനത് വീണ്ടും വേകാനായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതേ കുരുമുളക് മസ്റ്റാണ് കേട്ടോ. നമ്മുടെ തിരുമ്മി വറുത്ത് വെച്ച തേങ്ങ മല്ലിക്കൊത്തും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് മറിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് ഇതൊക്കെ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. മഴ ടൈമിൽ എൻ്റെ അമ്മയെ പറയാണ്ടിരിക്കാൻ വയ്യ, അടിപൊളിയാണ്. അപ്പം എന്നെ പ്രണയിക്കുന്ന ആൾ അവിടെ നിന്ന് ചാറി നിൽക്കുകയാണ്. അതവിടെ നിന്നോട്ടെ, ഞാനൊന്നും തിരിഞ്ഞും മറിഞ്ഞ് നോക്കുന്നില്ല. ഞാനത് പറഞ്ഞാന്ന് കഴിക്കുകയാണ്. സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്. എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് കപ്പ ബിരിയാണി ഇഷ്ടമാണോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ആകപ്പാടെ കഴിക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഇറച്ചി മാത്രമേ, കോഴി അങ്ങനെ താറാവ് ഞാൻ പൊതുവിൽ കോഴി അല്ലാത്തത് കൊണ്ട് കോഴിയും താറാവും ഒന്നും ഞാൻ കഴിക്കത്തില്ല. എന്തായാലും ഒന്നും പറയാനില്ല കേട്ടോ, അത്രമാത്രം ടേസ്റ്റ് ഉണ്ട്. എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഇഷ്ടപ്പെട്ടോ? കഴിഞ്ഞ ജന്മത്തിലല്ല ഞാൻ നരഭോജിയായിരുന്നോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെ വലിച്ചു വരുന്നത്, എനിക്കെന്നെ കാണുമ്പോൾ എന്നെ തന്നെ പേടി തോന്നുക കേട്ടോ. അതെന്നെ കണ്ടോ, പോത്തിനോട് പോലും ഞാൻ എന്ത് പറയുന്നത്, അനുകമ്പ കാണിക്കാത്തൊരു പോത്തായിപ്പോയല്ലോ ഞാൻ. അങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ്. എന്നാലും സൂപ്പറായിട്ടുണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, പറയാണ്ടിരിക്കാൻ വയ്യ, അടിപൊളിയാണ്. പുതിയ വിശേഷവും കാഴ്ചയായിട്ട് ഞാൻ തന്നെ ഓടിയാരാട്ടോ.